ഹായ്, നമ്മളെല്ലാവരും ദിവസവും മൊബൈലിന്റെ ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്. ചില ആളുകൾ ദിവസവും 2-3 പ്രാവശ്യമൊക്കെ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ മൊബൈലിന്റെ യൂസേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. നമ്മൾ അത് ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചാർജർ ഡിസ്കണക്ട് ചെയ്യാറുണ്ടോ? ഒരിക്കലുമില്ല അല്ലേ? പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ. നമ്മൾ രാത്രി സമയങ്ങളിൽ ഇങ്ങനെ കുത്തിയിട്ട് കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ടൊക്കെ മൊബൈലിന്റെ ചാർജ് ഫുള്ളായിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ നേരം വെളുത്തു കഴിഞ്ഞാലാണ് അതൊന്ന് ഡിസ്കണക്ട് ചെയ്യുക. ഇതുകൊണ്ട് മൊബൈലിന്റെ ബാറ്ററിക്കോ മൊബൈലിനോ എന്തെങ്കിലും തകരാറുണ്ടാകാൻ ചാൻസ് ഉണ്ടോ? എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം അങ്ങനെ ഒരു ചാൻസ് ഇല്ല എന്നാണ്. അതായത് നമുക്കിപ്പോൾ പുതിയ മൊബൈലിലാണെങ്കിൽ അതിൻ്റെ ചാർജറിലും ബാറ്ററിയിലും മൊബൈലിലും അതിനുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് അല്ലെങ്കിൽ മൊബൈൽ ഇറക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ചാർജർ ഇറക്കുന്നത് തന്നെ. പക്ഷെ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലും ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും, ഇതിങ്ങനെ നേരം വെളുക്കുന്നവരെ കുത്തിയിട്ട് കഴിഞ്ഞാൽ മൊബൈലിന്റെ ബാറ്ററി ഡാമേജ് ആകുമോ, അല്ലെങ്കിൽ ഹീറ്റ് ആകുമോ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുമോ? അങ്ങനെ ഒരുപാട് ആളുകൾക്ക് പല സംശയങ്ങളാണ്. എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ മൊബൈലിന്റെ ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്ത ഇത്ര പെർസെൻറ്റേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത്ര മതി എന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർസെൻറ്റേജ് ആകുമ്പോൾ തന്നെ ഒരു അലാറം അടിച്ചിട്ട് നിങ്ങളെ അറിയിച്ചു തരും. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയതായിട്ട് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ സാധിക്കും. അതിലൂടെയും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ്, ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇന്റർനെറ്റ് അല്ലെങ്കിൽ വൈഫൈ അത് നിങ്ങൾ ഓഫ് ചെയ്തിടുക. കാരണം ഇത് സെറ്റപ്പ് ചെയ്യുമ്പോഴൊക്കെ പരസ്യം വരാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണുക. ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് പോവുക. ഞാനിപ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ് സെലക്ട് ചെയ്തത്. നെക്സ്റ്റ് പോവുക. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ നോട്ടിഫിക്കേഷൻ ആൻഡ് അലാറം എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ബാറ്ററി ഫുൾ അലാറം എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് കാണാൻ സാധിക്കും. അവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക. ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ബാറ്ററി ഫുൾ അലാറം എന്ന ഭാഗം ഓൺ ചെയ്ത് കൊടുക്കുക. എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? ഇപ്പോൾ എൻ്റെ മൊബൈലിൽ 81 ഉണ്ട്. ഞാനിപ്പോൾ 82 ഇവിടെ സെറ്റ് ചെയ്യാണ്. ഓക്കെ, അലാറം അടിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അതിനുശേഷം ബാറ്ററി ലോ അലാറം സെറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ 20% ലോ അലാറം ഞാൻ അത് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാറ്ററി നിങ്ങൾക്ക് ടെമ്പറേച്ചറിൻ്റെ അലർട്ട് വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ റിമൂവ് ചെയ്യുമ്പോഴൊക്കെ അലാറം അടിയണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ബാറ്ററി ഇൻഫർമേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ സെറ്റിങ്സിൽ ചെറിയൊരു മാറ്റം വരുത്താനുണ്ട്. സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ നോട്ടിഫിക്കേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും. ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇവിടെ റിംഗിങ് ടൂൺ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇവിടെ റിംഗിങ് ടൂൺ എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റിംഗിങ് ടൂൺ നോട്ടിഫിക്കേഷൻ സൗണ്ടായിട്ട് നിങ്ങൾക്ക് വെക്കാൻ സാധിക്കും. ഇവിടെ ജസ്റ്റ് 1 കൊടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ സെറ്റ് ചെയ്തത് ഡിഫോൾട്ട് റിംഗിങ് ടൂൺ ഐഫോണിൻ്റെ ടൂണാണ്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ഞാനത് തന്നെ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. അതിൻ്റെ സൗണ്ട് വോളിയം കൂട്ടാനും കുറക്കാനും ഒക്കെ ഇവിടെ തന്നെ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്നോസ് അലാറം എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മിനിറ്റ് കൂടുമ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റ് അടിഞ്ഞുകൊണ്ടിരിക്കണം അലാറം, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾക്കിവിടെ സ്നോസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ അങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ കാണാൻ സാധിക്കും. അതിനുശേഷം ഇതിൽ സെറ്റ് ചെയ്തിട്ട് നിങ്ങളിവിടെ ഡൺ കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ അതിനുശേഷം ഇവിടെ നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഇവിടെ വൈബ്രേറ്റ് അതുപോലെ തന്നെ സൈലൻറ്റ് മോഡിൽ അലാറം അടിയണമെങ്കിൽ അതൊക്കെ ഈ ഒരു 3 ടോഗിൾ നിങ്ങൾ ഓപ്പണിൽ വെക്കുന്നത് തന്നെയാണ് നല്ലത്. സൈലൻറ്റ് മോഡിൽ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലാറം അടിയാതിരുന്നാലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ബാറ്ററി ഹെൽത്ത് ഒക്കെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ബാറ്ററി ഹെൽത്ത് ഗുഡാണോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം. ഇവിടെ 82% ഇപ്പോൾ എൻ്റെ മൊബൈലിൽ 80% മാറിയിട്ടുണ്ട്. ടെമ്പറേച്ചറിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെക്കാം. ഇവിടെ 82% ഞാൻ വെച്ചത്. 80% ഇപ്പോൾ ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ 81 നമുക്ക് വെക്കാം. ഓക്കെ, ഞാനിപ്പോൾ 81% ആകുമ്പോൾ അലാറം അടിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചാർജർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ചാർജർ ഇപ്പോൾ കണക്ട് ചെയ്യാണ്. ഇപ്പോൾ ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഞാനിപ്പോൾ ബാക്ക് വന്നു, സ്ക്രീൻ ഓഫ് ചെയ്തു. ഓക്കെ,
ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 80% ചാർജ് ആയിട്ടുണ്ട്. 81% ആകുമ്പോഴത്തേക്കും നമുക്ക് അലാറം അടിയുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫാസ്റ്റ് ചാർജർ തന്നെയാണ്, എന്നാലും നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ഓക്കെ, വൈബ്രേറ്റ് ആകുന്നുണ്ടോ അല്ലെങ്കിൽ അലാറം അടിയുന്നുണ്ടോ ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. ഓക്കെ, കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത് അലാറം അടിയുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം ചാർജ് 81 ആയിട്ടുണ്ടാകും. ഇപ്പോൾ ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഉടനെ തന്നെ അലാറം അടിച്ച് നമ്മളെ അറിയിച്ചു തരികയും ചെയ്യും. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. കൃത്യമായിട്ട് അലാറം അടിയുന്നുണ്ട്. വൈബ്രേറ്റും അടിയുന്നുണ്ട്. കണ്ടോ, കൃത്യമായിട്ട് അലാറം അടിയുന്നുണ്ട്. ഇനി ചാർജർ ഊരിക്കഴിഞ്ഞാലൊന്നും ഇതിൻ്റെ അലാറം നിൽക്കില്ല. അപ്പോൾ ചാർജർ ഞാനിപ്പോൾ ഊരുകയാണ്. അലാറം നിൽക്കില്ല കേട്ടോ. ഇവിടെ നമ്മൾ ഓഫ് ചെയ്താൽ മാത്രമാണ് ഈ അലാറം നിൽക്കുക. കൃത്യമായിട്ട് നമ്മൾ ഇവിടെ ഓഫ് കൊടുക്കണം. കണ്ടോ, അലാറം നിന്നു. അപ്പോൾ വളരെ നല്ല ആപ്ലിക്കേഷനാണ്. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യും. നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള ചാർജ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ചാർജർ കൊടുത്താൽ മതി. ഓക്കെ, ഫുൾ ചാർജ് ആണെങ്കിൽ ഫുൾ ചാർജ് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ ചാർജ് കുത്തിയിട്ട് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആയ ഉടനെ തന്നെ നിങ്ങളെ അലാറം അടിച്ച് അറിയിക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.